സോ ജഗദീഷ് ചേട്ടാ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് തന്നെ ചേട്ടന്റെ ഒരു എന്താ പറയുക സ്കിൽസ് അല്ലെങ്കിൽ ഒരു ടാലന്റ് അല്ലെങ്കിൽ ഒരു കഴിവിനെ മാക്സിമം നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഫിലിം മേക്കേഴ്സ് അങ്ങ് അരച്ച് കലക്കി അങ്ങ് എന്താ പറയുക എക്സ്പ്ലോറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ധീരൻ എന്നുള്ള സിനിമയിലൂടെ നമുക്ക് എന്താ പുതിയൊരു ഷെയ്ഡ് ഓഫ് ജഗദീഷിനെ നമുക്ക് കാണാൻ സാധിക്കുമോ, അതോ എന്താണ്? സാധാരണ ഇത്തരം പ്രൊമോഷൻ പരിപാടികളിൽ എല്ലാവരും അവരവരുടെ ക്യാരക്ടർ അത് വളരെ ഡിഫറെൻ്റ് ആണ്, സിനിമ വളരെ ഡിഫറെൻ്റ് ആണ്, ഇത് പ്രേക്ഷകരെ എല്ലാം ആകർഷിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, ഗംഭീരമായിട്ടുള്ള കഥയാണ്, ഇത് ഓരോ നിമിഷവും ഉദ്വേഗജനകമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് എല്ലാവരും. ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും എനിക്ക് ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലും എനിക്ക് മോശം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറയട്ടെ, എനിക്ക് അടുത്ത കാലത്ത് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഇതിലെ അബ്ബാസ് എന്ന് പറയുന്ന ക്യാരക്ടർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് വളരെ ടഫായിട്ടുള്ള ഒരു റോളാണ്. ബാക്കി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിട്ടേക്കു, സിദ്ധാർത്ഥൻ്റെ അത്ര സീരിയസ് പിന്നെ ഹ്യൂമറസ് റോളല്ല, അതിൽ വിനീതിൻ്റെയും അത്ര ഹ്യൂമറസ് റോളല്ല. വിനീതിൻ്റെ ഹ്യൂമർ റിസൾട്ട് സീൻ്റെ റിസൾട്ട് ഹ്യൂമർ വരുന്നുണ്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ കുറച്ച് ഹ്യൂമറസ് ആണ്. എനിക്കിതിനകത്ത് ഹ്യൂമറിൻ്റെ ഷെയ്ഡ്സ് ഓഫ് എന്താ പറയുക ആക്ടിങ് പാടില്ല. ഒരു പക്വതയുടെ ഒരു ഭാരം എന്നിൽ ഡയറക്ടർ ആദ്യമേ പിടിച്ചേൽപ്പിച്ചു. അപ്പം വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ പക്വത എന്ന് പറയുമ്പം ഇവരെല്ലാം ഹ്യൂമറസ് ആയിട്ടുള്ള സീൻസിൽ ഇവർ സ്കോർ ചെയ്യുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ സങ്കടപ്പെട്ടു. കാരണം എനിക്ക് ചിരിപ്പിക്കാൻ പറ്റുന്നില്ല, എൻ്റെ റോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതേ അവസരത്തിൽ ഓരോ സീനിലും നമ്മുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുഹൂർത്തങ്ങളൊക്കെ ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിനുണ്ട്. അതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ടൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഞാൻ ഈ കഥാപാത്രം ചെയ്തിരിക്കുകയാണ്, സന്തോഷത്തോടെ ചെയ്തിരിക്കുകയാണ്. ഇനി റിസൾട്ട് വരുമ്പോഴാണ് എനിക്ക് അഭിമാനമുണ്ടെന്ന് പറയാൻ കഴിയുക. റിസൾട്ട് വരട്ടെ, പ്രേക്ഷകർ പറയുമ്പോൾ ഞാൻ സന്തോഷിക്കും. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ഒരു പുതിയ ഷെയ്ഡ് തന്നെയാണ് ഇതിനകത്തൂടെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇപ്പം ലിറ്ററലി അത് കറക്റ്റ് ആണ്. അതായത് അരച്ച് കലക്കി അങ്ങ് കുടിക്കുകയാണ് ചേട്ടന്റെ ആ ഒരു കഴിവിനെ നമ്മുടെ ഫിലിം മേക്കേഴ്സ്. അതായത് എടുത്തു പറയേണ്ടത് നമ്മുടെ മാർക്കോ എന്നുള്ള ക്യാരക്ടറിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റിവിറ്റിയുടെ അങ്ങേയറ്റമാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പം ചേട്ടനൊരു പേടിയുണ്ടോ? അതായത് ആസ് എൻ ആക്ടർ നമ്മൾ ചാലഞ്ചസ് എടുക്കണം, പുതിയ റോൾസ് ഒക്കെ എടുക്കണം, എങ്കിൽ പോലും അത് പ്രേക്ഷകർ അത് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും? ഞാൻ ഇത്രയും നാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തത്, അപ്പൊ ഇനിയും ഇങ്ങനെ വരുമ്പോൾ പ്രേക്ഷകർ അത് എങ്ങനെ എടുക്കും? അത് ചിലപ്പം ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയൊക്കെ ഒരു തോട്ട് വരാറുണ്ടോ? അല്ല, അതില് ഈ ഡയറക്ടേഴ്സിനെയാണ് അവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അവര് കോൺഫിഡന്റ് ആയിട്ട് വരികയാണ്. ഇപ്പൊ ലീലയിൽ കാസ്റ്റ് ചെയ്യാൻ രഞ്ജിത്ത് ഒരു ധൈര്യം കാണിച്ചു അങ്ങനെ ഒരു റോളിന്. അതേപോലെ തന്നെ ഹനീഫ് അദേനി എന്ന സംവിധായകൻ മാർക്കോയിലെ ആ വില്ലൻ ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും എന്നിരിക്കും. ഞാൻ ഹനീഫ് കോൺഫിഡന്റ് ആണെങ്കിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. ഇപ്പൊ ഡയറക്ടേഴ്സിനെ വിശ്വസിച്ചാണ് നമ്മളൊരു സിനിമയിൽ, റൈറ്ററെയും ഡയറക്ടറെയും വിശ്വസിച്ചാണ് ഒരു സിനിമയിൽ ഞാൻ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പെർഫോം ചെയ്യാന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് നമ്മൾ പരമാവധി നമ്മൾ ഏറ്റെടുത്ത് നന്നാക്കാൻ ശ്രമിക്കും. അത് ഓരോ കഥാപാത്രത്തിലും ഒരു കഥാപാത്രത്തിൽ നിന്നും വേറൊരു കഥാപാത്രം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന അതാണ്. ഇല്ലെങ്കിൽ പ്രേക്ഷകർ പെട്ടെന്ന് പറഞ്ഞോളാം. ഞാനിപ്പോൾ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്ക് കൂടുതൽ കിട്ടുന്ന അച്ഛൻ കഥാപാത്രങ്ങളായിരിക്കും. ആ റിയാലിറ്റി ഞാൻ അംഗീകരിക്കണം. എനിക്ക് കിട്ടുന്ന പ്രായമായ കഥാപാത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ കൂടുതലും അച്ഛൻ, അമ്മാവൻ, ഈ കഥാപാത്രമായിരിക്കും. അപ്പോൾ ഈ അച്ഛൻ വേറൊരു ചിത്രത്തിലെ അച്ഛനേക്കാളും എങ്ങനെ ഡിഫറൻ്റ് ആണെന്നുള്ളത് പ്രേക്ഷകർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പ്രേക്ഷകർ എന്ത് പറയും? എല്ലാത്തിലും ഒരേ അച്ഛൻ, ആ ഒരു അച്ഛൻ ജഗദീഷ്, അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് ഇതിലെ അബ്ബാസ് ഒരു അച്ഛനാണ്, പക്ഷേ ഫാലിമിയിലെയോ അതേപോലുള്ള വേറെ സിനിമകളിലെ ഗുരുവായൂർ അമ്പലനടയിലെയോ പോലെ ഉള്ള ഒരു അച്ഛനല്ല. അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ആ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് കിട്ടണം, അതിനനുസരിച്ചുള്ള സംവിധായകരെ കിട്ടണം. എങ്കിൽ എൻ്റെ കരിയർ ലോങ് കരിയറായിട്ട് പോകും. നേരെ മറിച്ച് വീണ്ടും ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ എൻ്റെ ലൈഫ്, സ്ക്രീൻ ലൈഫ് എന്നുള്ളത് അല്ലെങ്കിൽ കരിയർ എന്നുള്ളത് ലിമിറ്റഡ് ആവും. അത് ഞാൻ തിരിച്ചറിയണം. അപ്പം ഭാഗ്യവും കൂടെ കുറച്ച് വേണം. നമ്മുടെ ശ്രമങ്ങൾ എപ്പോഴും ഞാൻ റെഡിയാണ്. പക്ഷെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ തേടിയെത്തുന്ന കഥാപാത്രങ്ങളിലാണ് ഈ ഭാഗ്യം ഇരിക്കുന്നത്. അത് എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവർക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ അത് ഓരോ കഥാപാത്രവും ഓരോ അവസരമാണ്. ആ അവസരം കിട്ടിയിട്ടും പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അപ്പോൾ ഓക്കെ, നമ്മളെ മാത്രമാണ് ബ്ലെയിം ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമുക്ക് അവസരമേ അതിനനുസരിച്ച് കഥാപാത്രങ്ങളെ കിട്ടിയില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധീരൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്.
സംവിധായകനും ഹാപ്പിയാണ്. സംവിധായകൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈനൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഹി ഈസ് വെരി ഹാപ്പി. അപ്പോൾ ആ ഹാപ്പിനെസ് പ്രേക്ഷകർക്കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡബിൾ ഹാപ്പി. ക്യാരക്ടറിനെ പറ്റി ഇത്രയും ഒരു ഡിസ്ക്രിപ്ഷൻ കേട്ടപ്പോൾ തന്നെ നമുക്കത് കാണാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ നമ്മൾ എസ്പെഷ്യലി സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഉണ്ടെന്ന് നമ്മളൊന്ന് അറിയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വിനീതേട്ടൻ്റെ കാര്യത്തിൽ ഒരിക്കലും പ്രേക്ഷകർ അങ്ങനെ മിസ് ചെയ്തിട്ടില്ല ചേട്ടനെ. അതായത് ഇപ്പം ചേട്ടൻ ഇപ്പോൾ 2 സിനിമയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ TV തുറന്നു നോക്കുകയാണെങ്കിൽ ചേട്ടൻ അതിനകത്തുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു സ്റ്റേജ് പരിപാടിക്ക് പോവുകയാണെങ്കിൽ അവിടെ ചേട്ടനുണ്ട്. ഇപ്പം ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ഏതെങ്കിലും ഒരു ഫിലിം ഫെയർ അവാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ എല്ലാവരും ഫസ്റ്റ് അവിടെ കാണും. കാരണം എല്ലാവരും വേറെ പരിപാടിക്കൊന്നും പോകത്തില്ല. ഫസ്റ്റ് ആ വിനീതേട്ടൻ്റെയും ലക്ഷ്മി ഗോപാലസ്വാമിയുടെയും ഡാൻസ്, മിക്കവാറും പൂജ ഡാൻസ് തന്നെ കാണും. അതെ, പൂജ ഡാൻസ്, അതെ, കൃഷ്ണന്റെ ആദ്യമായിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് അങ്ങനത്തെ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. ഇപ്പം സിനിമയിൽ കുറച്ച് ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ TV നോക്കുവാണെങ്കിൽ അവിടെ ചേട്ടനുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റേജ് ഷോയിലുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നത്? ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്? ഡാൻസ് ആണോ അതോ? അല്ല, രണ്ടും. ബിക്കോസ് സിനിമ ഇസ് മൈ പ്രൊഫഷൻ ആസ് എൻ ആക്ടർ. അത് ഞാൻ സീരിയസ് ആയി എടുത്തതിന് ശേഷം അതിന്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ്. നിങ്ങൾ പറയുന്നതിന്റെ അതിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ തിരിച്ച് ചെയ്യുമ്പം യു ഷുഡ് ഡു സംതിങ് സബ്സ്റ്റാൻഷ്യൽ. ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലും അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിയിലും നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ശ്രമം വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതൊരു ഗോഡ്സ് ഗ്രേസ് കൊണ്ട് അത് നന്നായി വരും, ആൾക്കാരെ അപ്രിഷിയേറ്റ് ചെയ്യും. അപ്പോഴാണ് പിന്നെ യു ആർ ദെയർ ഇൻ ദെയർ മൈൻഡ്, അല്ലേ? പിന്നെ ഒരു കാര്യം, ഈ ഇൻ ദ ലോങ് റൺ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഗുഡ് വിൽ എന്ന് പറയും, അത് സിനിമയിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ജതീഷേട്ടൻ പറഞ്ഞ പോലെ ഈ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ വരുന്ന അവസരങ്ങളിൽ നിന്ന് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനുള്ള ഒരു ബേസിക് ജഡ്ജ്മെന്റ് ഒരു ആർട്ടിസ്റ്റിന് വേണം. എന്തൊക്കെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ സബ്സ്റ്റാൻഷ്യലായ ഒരു കഥ, ഒരു ടീം, അങ്ങനത്തെ ഒരു ടാലന്റഡ് ഡയറക്ടർ, അത് പുതിയ ആൾക്കാരും ആയിരിക്കാം, പക്ഷെ അത് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ വി വിൽ നോ വാട്ട് എക്സാക്ട്ലി ദേ ആർ പ്ലാനിങ്. സോ അങ്ങനെ എല്ലാം ഒരു പ്ലേസിൽ ഒരു ടീം വർക്ക് ആയിട്ട് വീഴുമ്പോഴാണ് അത് എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. അത് പക്ഷെ ആ ഗുഡ് വിൽ ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മുടെ സക്സസ് റേറ്റിന് അല്ലാതെ കഥാപാത്രങ്ങളുടെ നന്മ, അല്ലെങ്കിൽ പടം ഓടിയിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ആസ് എൻ ആക്ടർ അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊക്കെ കൊണ്ടായിരിക്കാം മിസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇടയ്ക്ക് വരെ പറഞ്ഞോട്ടെ. വിനീതിന് ഒരു ഭാഗ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒറ്റപ്പാലത്തുള്ള ഒരു വലിയ തറവാട്ടിലെ ഒരു IAS ഓഫീസർ, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് വന്നിട്ടുള്ള ഒരു ഡോക്ടർ, ഇതൊക്കെ പറയാൻ നേരത്ത് ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം കാസ്റ്റ് ചെയ്യുന്ന വിനീതിനായിരിക്കും. നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഒറ്റപ്പാലത്ത് വലിയ തറവാട്ടിലെ ഒരാളാണെന്ന്. നമുക്ക് അത് ഒരു ഭാഗ്യമാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇതാണ് വിനീതിന്റെ ഭാഗ്യം. ഇത്രയും പേരിരിക്കുന്നു, നമ്മൾ ആദ്യം മനസ്സിലായത് കറക്റ്റ് പറയൂ വിനീതല്ലേ കറക്റ്റ്? ഒരു IAS ഓഫീസർ, ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഭയങ്കര വളരെ ഒരു ആർക്കിടെക്ട്, ബിസിനസ് ഓൺട്രപ്രണർ, ഭയങ്കരമായിട്ട് ഒരു 5-6 കമ്പനികൾ നടത്തുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചോയ്സ് വിനീതാണ്. പക്ഷെ അത് ഏതൊരു ആക്ടറിനും അത് ആ വേഷപ്പകർച്ചയോട് അതാവാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ സത്യം. അതാ നമുക്ക് സ്ക്രീനാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആദ്യത്തുള്ള ഒരാളായിട്ട് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിക്കണം. നമ്മൾ ഫലിപ്പിക്കണം അഭിനയിച്ച്. ഇവിടെ മുഖത്ത് തന്നെ ആദ്യത്തെ കിടപ്പുണ്ട്, തറവാടത്തും കിടപ്പുണ്ട്. അപ്പൊ എന്റെ സ്ട്രെയിൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കേറി പറഞ്ഞത്. ചേട്ടന്റെ ലുക്ക് കൊണ്ടാണ് ലുക്സ് തന്നെ ആക്ടർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ പറയാം, നെടുമുടി വേണു ഇസ് എ ഗ്രേറ്റ് ആക്ടർ, അല്ലേ? ഭരത് ഗോപി ചേട്ടൻ. പക്ഷേ മമ്മൂക്ക ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ അവർ ചെയ്യുമ്പോൾ, നമ്മളൊരു മിലിറ്ററി ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മമ്മൂക്ക ആയിരിക്കും, അല്ലേ? ഒരു മേജർ, കേണൽ എന്ന് പറയുമ്പോൾ നായർ സാബ്. അപ്പൊ അതുകൊണ്ട് എന്നാൽ ആ പരിമിതി വെച്ച്, രൂപത്തിന്റെ പരിമിതി വെച്ച് തന്നെ ഗോപിച്ചേട്ടനും പിന്നെ വേണുചേട്ടനും അത് റോൾ ചെയ്യും, അത് വേറെ പ്രശ്നം. പക്ഷെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് സ്കാർഫൊക്കെ കെട്ടിയിരുന്ന് നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത് മമ്മൂക്ക ആയിരിക്കും. എന്റെ പേരൊന്നും ഒരിക്കലും വരില്ല. വേണുചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒരു ബ്രേക്കേഴ്സ് സിനിമയാണ് ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ. CBI ഓഫീസ് വളരെ ഡിഫറെന്റ് ആയിട്ട് വേണുചേട്ടനെ കാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ആ ഡിഫറൻസ് വേണം. ആ ഡിഫറൻസ് എന്തെന്നറിയാം, വേണുചേട്ടനെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ CBIയിൽ അങ്ങനെയുള്ള ചില ഓഫീസേഴ്സും ഉണ്ട്. സ്മാർട്ടായിട്ട് സേതുരാമയ്യർ CBI പോലെ ഈ നിലപാട് വേണുചേട്ടന്റെ ആ രൂപത്തിലുള്ള ബുദ്ധിരാക്ഷസന്മാര് ഡിഫറെന്റ് ആയ ഒരു ചിന്തയായിരുന്നു.
അത് 11:45 തന്നെ മർഡർ നടന്നത്. അന്ന് നേരത്തുള്ള അവങ്കയിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു CBI ഓഫീസർ ഉണ്ട്. നേരെ മറ്റു 11:45 നടന്നിരിക്കുന്നത്. കമലഹാസന്റെ ഒരു മറ്റേ ഇതില്ല, മിസ്റ്റർ റാവു. മിസ്റ്റർ റാവു, അതെ. അത് കമലഹാസൻ ബേസിക്കലി സുന്ദരനായിട്ട് വിരൂപനാകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ല, ഈ ഓഫീസർ അങ്ങനത്തെ ഒരു മിസ്റ്റർ റാവു പലതരത്തിലുള്ള മറ്റേ ഇന്ദ്രൻ ചന്ദ്രൻ പ്രത്യേക തരത്തിലൊക്കെയല്ലോ. അപ്പൊ അതൊക്കെ ഓരോ നടന്മാരും ഓരോ വെല്ലുവിളികളാണ്. ഇപ്പൊ സിദ്ധാർത്ഥേട്ട ഒരു ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്. ഇപ്പം ജഗദീഷ് ചേട്ടൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഒരു ഓൺടർപ്രണർ അല്ലെങ്കിൽ ഒരു തറവാട്ടിലെ ഒരു തമ്പുരാൻ അങ്ങനെയൊക്കെ വരുമ്പം വിനീതേട്ടനെ അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ, ഇപ്പം ചേട്ടന്റെ ഇപ്പൊ ഒരു സിനിമയിൽ അങ്ങനെ ഒരു റോൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പം എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ് എങ്ങനെയായിരിക്കും? അതായത് അതിനനുസരിച്ചല്ല, ആ കഥയ്ക്ക് അനുസരിച്ചായിരിക്കും. കഥയ്ക്കനുസരിച്ച് ഇൻ ജനറൽ നമുക്ക് പറയാമല്ലോ. ഇൻ ജനറൽ ആണ് ജഗദീഷ് ചേട്ടൻ പറഞ്ഞത്. അത്രയും തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ആ സബ്ജക്റ്റിനോട് അടുക്കുമ്പോൾ ആ സബ്ജക്റ്റിന് പിന്നെ സിദ്ധാർത്ഥൻ ഡയറക്ട് ചെയ്യുമ്പോൾ സിദ്ധാർത്ഥൻ ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് വെച്ചിരുന്നാൽ സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു ഭയങ്കര ഗ്രേസ് ഉള്ള ഒരാൾ, അപ്പോൾ പ്രൊഡ്യൂസർ പറയും അത് വിനീതല്ലേ കറക്റ്റ്. സിദ്ധാർത്ഥൻ പറയും അല്ലല്ല ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ബ്രേക്ക് ചെയ്യണം. ജഗദീഷ് ചേട്ടൻ നമുക്ക് കോൺസെപ്റ്റ് ബ്രേക്കിംഗ് ആണ് ഇപ്പൊ കൂടുതലായി. ആ കോൺസെപ്റ്റ് നമുക്ക് ജഗദീഷ് ചേട്ടൻ. അപ്പൊ ജഗദീഷ് ചേട്ടനോ ഇങ്ങനെ വലിയ തറവാടിത്തം അല്ല, അത് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അല്ല, അങ്ങനത്തെ വിഷണറീസ് ഉണ്ട് ആക്ച്വലി. ഇപ്പോഴത്തെ ഇതും നോർമൽ സഡൻലി യു തിങ്ക് ഓഫ് എ പെർട്ടിക്കുലർ ആക്ടർ, പക്ഷെ അതിനൊട്ടും ചേരാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് അതിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഡയറക്ടേഴ്സ്. അത് എനിക്ക് തന്നെ ആ ഒരു ഭാഗ്യം ഈ അടുത്ത് വന്നേക്കുന്നതിലുള്ളതാണ് ബ്രഹ്മയുഗം. ഇപ്പൊ ഈ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളെ വിളിച്ച്, ബിക്കോസ് ഐ വാസ് നോട്ട് ആക്റ്റീവ് അറ്റ് ദാറ്റ് ടൈം, ബട്ട് സ്റ്റിൽ ആ ഡയറക്ടറിന് എന്റെ പേര് തോന്നിയെന്നും and he approached me. അപ്പൊ again coming back to what ജഗദീഷ് said, ചില റോൾസ് വരുന്നത് ഒരു ഭാഗ്യമാണ്. അത് വന്ന് ചേരുന്നതിന്റെ ഒരു സാധനം. എല്ലാവരുടെയും പേരിൽ ബ്രഹ്മയുഗം ബ്രില്യന്റ് പെർഫോമൻസ് അത് എടുത്ത് പറയേണ്ട ഒരു അല്ല, വേറെ കാര്യം ചെയ്തിട്ട് അല്ല, വിനീതിന്റെ കാര്യം പറഞ്ഞു. അതായത് ഈ പറഞ്ഞ പോലെ ഒരു നമ്മളിങ്ങനെ ഒരു തറവാടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ മനസ്സിലാലോചിക്കും. പെട്ടെന്ന് വിനീതിന്റെ മുഖം അല്ലെങ്കിൽ വിനീത് ഓക്കെ ആണെന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ മനസ്സിൽ പറഞ്ഞു. പക്ഷെ ഈ സിനിമയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്, ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു സാധനമാണ് വിനീത് പെർഫോം അല്ലേ? ഓപ്പോസിറ്റ്സ് വർക്ക് ചെയ്യാന്നുള്ളതിന്റെ ഒരു സാധനമുണ്ട്. ഒരാളുടെ സ്ഥിരം രൂപത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റിലുള്ള ക്യാരക്ടർ. ഇപ്പൊ വർണ്ണത്തിലാശങ്കയിലെ കുഞ്ചാക്കോ ബോബന്റെ കാസ്റ്റിംഗ്, പുള്ളി ഈ പറഞ്ഞ പോലെ വെരി നൈസ് ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു നല്ലൊരു, ഈ കുട്ടി എന്തായാലും ഈ കുടുംബത്തെ രക്ഷിക്കും ഇത് ഉള്ളൊരു ലുക്കാണ്. നേരെ മറിച്ച് ഒരു ഏറ്റവും താഴെക്കട കിടക്കുന്ന ഒരാളായിട്ടും കാസ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ക്രിയേറ്റ് എ വെരി യൂണിക് തിങ്. അതാണ് ചാലഞ്ച് ഫോർ ദി ആക്ടർ ആൻഡ് ദി ഡയറക്ടർ. അതാണ് എക്സൈറ്റ്മെന്റ്. ചേട്ടൻ മറ്റേ പറഞ്ഞത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഓപ്ഷൻ കുഞ്ചാക്കോ ബോബൻ തന്നെ ആയിരുന്നോ അതോ? ആദ്യത്തെ ഓപ്ഷൻ കുഞ്ചാക്കോ ബോബൻ അല്ലായിരുന്നു, വേറൊരാളായിരുന്നു. പക്ഷെ അത് ആഷിഖ് ഉസ്മാനാണ്, പ്രൊഡ്യൂസറാണ് സജസ്റ്റ് ചെയ്ത സമയത്ത് ഇത് വർക്ക് ആവുമായിരിക്കും. സജസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യമേ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇതെങ്ങനെ എന്നുള്ളതിന്റെ, ബിക്കോസ് ആസ് ഐ സെഡ് ഹി ഹാസ് ദിസ് പർട്ടിക്കുലർ ലുക്ക് ഓഫ് ബീങ് എ വെരി ഗുഡ് ഗൈ. അപ്പൊ അതിനെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. ഇതേ ഇമേജിലുള്ള ഒരാളെ നേരെ ഓപ്പോസിറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും. വിനീതേട്ടനെയൊക്കെ അങ്ങനെയാണ് അതായത് സ്ഥിരം അല്ല വിനീതേട്ടൻ ഏറ്റവും വലിയ ബ്രേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. വില്ലനായിട്ടൊക്കെ മഴവില്ല് അല്ലെങ്കിൽ പ്രേം പൂജാരിൽ വേറൊരു സൈക്കോ ടൈപ്പ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ബ്രേക്ക് ലൂസിഫർ ആണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ആക്ച്വലി അഖിൽ പറഞ്ഞിട്ടുണ്ട്, സത്യേട്ടന്റെ മകൻ എന്നെ പാച്ചുവില് കാസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം ദാറ്റ് മോഡുലേഷൻ ആ ഡബിംഗ് ഒക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ലേ അല്ലേ ഡബിംഗില്? അതെ, ഡബിംഗ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വോയിസ് അപ്പം അത് യൂസ് ചെയ്ത് യൂസ്ഫുൾ ആയി, അല്ലെങ്കിൽ ചേട്ടന്റെ വോയിസിനെ പറ്റി എപ്പോഴും ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അത് പോസിറ്റീവ് സെൻസിൽ. അപ്പം അത് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വിവേക് ഒബ്രോയ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോബിയുടെ ക്യാരക്ടർ ഡബ് ചെയ്യാൻ വിളിച്ചപ്പം ഓക്കെ അറ്റ് ലാസ്റ്റ് എന്റെ വോയിസ് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റി അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ആക്ച്വലി അത് ഭയങ്കര ഒരു അൺഎക്സ്പെക്ടഡ് വിളിയായിരുന്നു. എനിക്ക് ഐ വാസ് അപ്രിഹെൻസീവ്. ലാലേട്ടന്റെ മെയിൻ ബിഗ് പ്രൊഫൈൽ ഫിലിം, പൃഥ്വിരാജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ. സോ ഡെഫിനറ്റ്ലി അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയാം. മോഹൻലാൽ എന്ന് പറഞ്ഞ
അത് ഗ്രേറ്റ് ആ ഒരു കമേഴ്ഷ്യൽ ബിഗ് പ്രൊഫൈൽ ഫിലിമിലെ വില്ലന് എന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ അല്ല അവിടെയും വില്ലന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ബോബി എന്ന് പറയുന്നത് ദുബായിലൊക്കെ ബിസിനസ് ഉള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ എഡ്യൂക്കേഷൻ എന്നുള്ള ഉണ്ട്, എഡ്യൂക്കേഷന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഹി ഹാസ് ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. ഇപ്പൊ വിനീതിന്റെ സ്ഥാനത്ത് ഹി സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ്, കറക്റ്റ് ഡിക്ഷൻ, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. He speaks very good English. That's why he has been asked to dub for Mr. Suresh. leaving all that aside, on a practical ഒരു റിയാലിറ്റിയില് ഈശ്വര ഇത് ഞാൻ എങ്ങനെ ചേരും? ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ അത് ശബ്ദമുണ്ട്. നേരെ മറിച്ച് ആ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇല്ലാത്ത ഒരു ബോബി ആലോചിച്ച് നോക്കുക. വണ്ടർഫുൾ, I am very happy എന്നൊക്കെ പറഞ്ഞ് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ വിവേക് ഒബറോയ് അല്ല അത് എന്തൊരു ഫീലായിരുന്നു ആ തൊടുമ്പൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ വേണം. അതേന്ന് പറയുന്നതിൽ പോലും ഒരു ഫീലായിരുന്നു. ബോബി അതേന്ന് പറയുന്നതിൽ അതൊക്കെ ഒരു ഫീലായിരുന്നു. അതെ, തൊടും ഗംഭീര സാധനല്ലേ തൊടുമ്പൊക്കെ പറഞ്ഞ നമുക്ക് ആ ഒറ്റ ചെറിയൊരു വാക്കാണ്. അല്ല അത് ഡയറക്ടർ കൺസീവ് ചെയ്യുന്ന രീതി, ആ ആക്ടറുടെ പെർഫോമൻസ്, അത് മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നോക്കിയിട്ട് നമ്മള് ഇപ്പൊ എന്റെ ഒരു എളിയ അനുഭവത്തില് ഇപ്പൊ നമ്മുടെ പടങ്ങൾ ഡബ് ചെയ്യുമ്പോഴും യു വിൽ ഷെയർ ദാറ്റ് വിത്ത് മീ, നമ്മളെപ്പോഴും ആ കഥാപാത്രമായിട്ടാണ് കാണുന്നത്. വി നെവർ സീ ദാറ്റ് ആസ് ourselves. സോ ഓട്ടോമാറ്റിക്കലി ആ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യു വിൽ ചേഞ്ച് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ. സെയിം അപ്ലൈസ് ടു വെൻ യു ഡബിങ് ഫോർ അനദർ ആക്ടർ. ഇനി നിങ്ങള് എല്ലാം യോജിക്കോ വിയോജിക്കോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇവിടെ വെച്ച് പറയാണ്, ഞാൻ ഡയറക്ടർ ആയിരുന്നെങ്കിൽ വിവേക് ഒബ്രോയ് അല്ല വിനീതിനെ തന്നെ എന്ത് ഒരു പ്രശ്നവുമില്ല. വിനീത് ഗംഭീരമായിട്ട് ആ വില്ലൻ ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ഞാൻ ഡയറക്ടറാണ്. അപ്പൊ വിവേക് ഒബ്രോയുടെ അടുത്ത് എനിക്ക് എതിരായിട്ടൊന്നുമില്ല, കൊണ്ടുവന്നത് തെറ്റുമല്ല, അത് വിജയിച്ച് സൂപ്പർ ഹിറ്റാണ്. വിവേക് ഒബ്രോയുടെ ക്യാരക്ടറും ഓക്കെ. പക്ഷെ വിനീത് ചെയ്താലും ഈ വില്ലന്റെ ആ സ്വീറ്റ്നെസ്സും എല്ലാം കിട്ടുമായിരുന്നെന്നാണ് എന്റെ പക്ഷം. കാരണം എന്താ വെച്ചാൽ വിനീത് അപ്പോഴത്തേക്ക് ഈ ഇമേജ് നഗക്ഷതങ്ങൾ ഇമേജ് അല്ല അവിടെ ഉള്ളത്. അവിടെ ബോബിയായിട്ട് വരുമ്പോൾ നഗക്ഷതങ്ങളുടെ പാവം ഇമേജ് അല്ല. അല്ല ഇതെല്ലാം ഒരു നിമിത്താണ്. അതിന് ഡബ് ചെയ്യാൻ എന്നെ വിളിച്ചത്. ഡബ് ചെയ്തപ്പോ പിന്നെ പാച്ചൂര് ഓക്കെ ആയില്ലേ? പാച്ചൂര് ഓക്കെ ആയില്ലേ? എങ്ങനെ ഓക്കെ ആയി പാച്ചൂര്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരീക്ഷിക്കാം. വേറെ തമിഴ് പടത്തില് നമ്മുടെ ക്യാമറാമാൻ സർവം താളമയം ഗംഭീര വില്ലനല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മള് അത് ശരിയാവോന്നൊക്കെ ചോദിച്ചു. പിന്നെ ഹിന്ദി ആക്ടേഴ്സ് ഒക്കെ ചില പരിചയമില്ലാത്ത നമ്മുടെ നാട്ടിലെ പരിചയമുള്ള ലോക്കൽ അല്ലാത്ത ആൾക്കാർ വന്നാൽ ചിലപ്പോൾ ക്യാരക്ടർ നന്നാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹിന്ദി ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിപ്പോ അങ്ങനെ ഒരു സംഭവം വന്നാൽ ഞാൻ വിനീതിനെ കാസ്റ്റ് ചെയ്യും.